ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ പരീക്ഷയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും മോഹത്തെക്കുറിച്ചും പിന്നെയോ ഒരു വിശ്വാസി ഇതിൽ എങ്ങനെ ജയിക്കണമെന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. മോഹം ഇല്ലാത്ത മനുഷ്യരാരുമില്ല. ബാല്യകാലം തൊട്ട് മോഹം നമ്മൾ അനുഭവിക്കുന്നു. ലോകപ്രകാരമുള്ള മനുഷ്യൻ മോഹിക്കുന്നതോ പാപം ചെയ്യുന്നതോ അത്ഭുതമല്ല. പക്ഷെ ഒരു വിശ്വാസിക്ക് എഴുതിയ, പരിശുദ്ധാത്മാവ് എഴുതിയ ലേഖനമാണ്. അപ്പോൾ ഒരു വിശ്വാസി വ്യത്യസ്തനാണ്. അവന്റെ മോഹം ഗർഭം ധരിച്ചാൽ പാപത്തെ പ്രസവിക്കുന്നു. അപ്പൊ പാപമാണ് കുഞ്ഞ്, മോഹമാണ് ഗർഭം ധരിച്ചത്. അപ്പൊ ആരാണ് അപ്പൻ? പാപം തന്നെ. എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ പാപമുണ്ട്. അതൊരു സത്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ ജഡത്തിലായിരിക്കുന്നത് കൊണ്ട് എപ്പോഴും ക്രിസ്തുവിനോടകന്ന് പരദേശികളാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. യോഹന്നാന്റെ ലേഖനം പറയുന്നു, നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു പാപമില്ല എന്ന് പറഞ്ഞാൽ അത് സത്യമല്ല. നിങ്ങൾ നിങ്ങളെ തന്നെ, ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുകയാണ്. അപ്പോൾ പാപമുണ്ട്. അപ്പോൾ മോഹം വന്നാൽ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം ചെയ്യാനിടയാകും. മോഹം വരാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കായാലും, കോളേജിൽ പഠിക്കുന്നവർക്കായാലും, ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നവർക്കായാലും, സുവിശേഷ വേലയിലുള്ളവർക്കായാലും, എവിടെയാണെങ്കിലും മനുഷ്യന് മോഹം വരിക സാധ്യമാണ്. അപ്പോൾ ഈ മോഹവും പാപവുമായിട്ട് വർക്ക് ചെയ്യുന്നു, പാപത്തെ പ്രസവിക്കുന്നു. ചെറിയ പാപം എന്നിങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. പക്ഷെ ഈ പാപം വന്നു, അതിനെ പരിഹരിക്കാനുള്ള ഒരു മാർഗവും ചെയ്യുന്നില്ല. അതിനോട് നമ്മൾ ഇടപെടുന്നില്ലെങ്കിൽ, ഒന്നാമത് മോഹം വരുമ്പോഴേ ഇടപെടേണ്ടതായിരുന്നു. ഓക്കെ, സംഭവിച്ചു, പാപം സംഭവിച്ചു. അതിനോട് നമ്മൾ ഇടപെടുന്നില്ല എങ്കിൽ പാപം പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നു, മോഹം പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നു. ഈ പാപം അങ്ങ് വളരും. ആദ്യത്തെ പാപം ജൂനിയർ ആയിരുന്നെങ്കിൽ ഇപ്പൊ പാപം സീനിയറായി. പാപം സീനിയർ ആകുമ്പോൾ അടുത്ത ആള് വരുന്നു, സാത്താൻ. അവൻ വരുന്നു, മരണത്തെ കൊണ്ടുവരുന്നു. യേശാവിന്റെ കാര്യം എടുക്കാം. യേശാവിന് അവന്റെ ജന്മാവകാശം, ജ്യേഷ്ഠാവകാശം നഷ്ടമായി. നിസ്സാര കാര്യമാണ്. നമ്മുടെ ഇപ്പോഴത്തെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു നേരത്തെ ഫുഡ് ചോദിക്കുമ്പോൾ പകരം വീടിന്റെ ആധാരം ചോദിക്കുന്നു എന്ന പോലെയാണ്. അത് അവന് ഒരു മടിയും കൂടെ കൊടുത്തു. അതിനെക്കുറിച്ച് ലേഖനങ്ങളിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? യേശാവിനെ കുറിച്ച് വചനം പറയുന്നത്, ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. കണ്ടോ, ഒറ്റ ദിവസം കൊണ്ടോ ഒരു ദിവസത്തെ മിസ്റ്റേക്ക് കൊണ്ടോ അല്ല, ഇത് പല പ്രാവശ്യമായി ആവർത്തിച്ചു പാപം വളർന്നു. അപ്പോൾ ഒരു പ്രത്യേക ദിവസത്തിൽ ആ ദുരന്തം സംഭവിച്ചു. അവന്റെ ജ്യേഷ്ഠാവകാശം മോഷ്ടിക്കപ്പെട്ടു. അവനോ അത് കാര്യമാക്കിയില്ല. പിന്നത്തേതിൽ അവൻ വലിയ നിലവിളിച്ചെങ്കിലും മാനസാന്തരത്തിന് ഇടകണ്ടില്ല. ഇനി രക്ഷിക്കപ്പെട്ട ഒരാളെ സംബന്ധിച്ച്, വിശ്വാസിയായ ഒരാളെ സംബന്ധിച്ച് പേടിക്കാനില്ല. എന്തുകൊണ്ട്? ഇതിന്റെ മറുവശം നോക്കിക്കേ. നമ്മൾ ആരാണ്? ഒരു വിശ്വാസി ആരാണ്? വീണ്ടും ജനിച്ചവനാരാണ്? നാം ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഒരു വിധം ആദ്യ ഫലമാകേണ്ടതിന്, ഒരു വിധം എന്നുള്ളത് ഒരു തരം, എ കൈൻഡ് ഓഫ് ആദ്യ ഫലമാകേണ്ടതിന് ദൈവം തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പാപം മോഹത്തിൽ പാപത്തെ ജനിപ്പിച്ചു. പാപവും വർദ്ധിച്ച് വലിയ പാപമായി. സാത്താൻ പാപത്തിൽ മരണത്തെ ജനിപ്പിച്ചു. എന്നാലോ ദൈവം സത്യത്തിന്റെ വചനത്താൽ നമ്മളെ ജനിപ്പിച്ചു. അപ്പോൾ നമ്മളാരാണ്? വചനത്തിന്റെ കുഞ്ഞുങ്ങളാണ്. അത് സത്യവചനത്തിന്റെ, സത്യം പ്ലസ് ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം, അങ്ങനെ ജനിച്ചവരാണ്. കൃപയും സത്യവും നിറഞ്ഞവൻ യേശുക്രിസ്തു ആണെങ്കിൽ ഞാനും നിങ്ങളും കൃപയും സത്യവും നിറഞ്ഞവരാണ്. ദൈവത്തിന്റെ ക്യാരക്ടറുള്ള കുഞ്ഞുങ്ങളാണ്, കുഞ്ഞ് യേശുമാരാണ്.
ഇനി വചനം കഴിക്കുക, കുടിക്കുക, വിശ്വാസത്തിൽ മുന്നേറുക, വളരുക, ക്രിസ്തുവെന്ന തലയോളം വളരുക. അപ്പോൾ വലിയൊരു ഓഫറാണ് തന്നിരിക്കുന്നത്, വലിയൊരു ലൈഫ് പ്ലാനാണ് തന്നിരിക്കുന്നത്, മനോഹരമായ ഒരു ജീവിത പാതയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. ഇനി ദൈവത്തെക്കുറിച്ച് പറയുന്നത് അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. ഇമോഷണലി ട്രബിൾഡ് ആകുന്ന ആളല്ല ദൈവം. സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച്, രാഷ്ട്രീയം മാറുന്നതനുസരിച്ച്, മനുഷ്യർ മാറുന്നതനുസരിച്ച്, കാലാവസ്ഥ അനുസരിച്ച് മാറുന്നില്ല. അതൊന്നും അവനെ മാറ്റം വരുത്തുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മളെ അത് സ്വാധീനിക്കത്തില്ല. നമുക്കും അതിൻ്റെ ജീവനുണ്ട്. ആ വിത്ത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നു. ഇനി 12-ാം വാക്യം തുടങ്ങുന്ന ഇങ്ങനെയാണ്: പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പരീക്ഷ സഹിച്ചാൽ ഭാഗ്യമാണ്. കാരണം ഏതായാലും പഠിച്ചു. പരീക്ഷയുടെ സമയത്ത് പരീക്ഷ എഴുതിയില്ലെങ്കിലോ ആ പഠിച്ചത് വെറുതെ ആയി. പരീക്ഷ സഹിക്കുക എന്ന് പറയാൻ നേരിടുക. ഒരു ജോലിക്ക് പോയി മേലുദ്യോഗസ്ഥൻ ഷൗട്ട് ചെയ്യുന്ന ആളാണ്. വിസയ്ക്ക് കാശും മുടക്കി ഗൾഫിൽ പോയതാണ്. മേലുദ്യോഗസ്ഥൻ ഷൗട്ട് ചെയ്യുന്ന ആളാണ്. ഒരു ടെൻഷൻ സഹിക്കാൻ എനിക്ക് വയ്യ. രാജിവെച്ച് പോകുന്ന ആൾക്കാരുണ്ട്. കാരണം അവർക്കത് നേരിടാൻ പറ്റുന്നില്ല. ചിലർക്ക് ഫുഡ് പറ്റുന്നില്ല, അക്കോമഡേഷൻ പറ്റുന്നില്ല, കാലാവസ്ഥ പറ്റുന്നില്ല, അവർ തിരിച്ചു പോവുക. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അങ്ങനെ പോകാൻ വകുപ്പില്ല. നിന്നെ ദൈവം എവിടെ ആക്കി വെച്ചോ. ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ നീ പോകരുത്. നീ നേരിടണം. ദൈവം പറഞ്ഞിട്ടല്ലാതെ പോകരുത്. യാക്കോബിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു, പക്ഷെ അവൻ പോയില്ലല്ലോ. ഒരു ദിവസം ദൈവം പറഞ്ഞു, ലാബാൻ്റെ മുഖം നേരത്തെ ഇരുന്ന പോലെ അല്ല, ഇപ്പം നിൻ്റെ നേരെ ഇരിക്കുന്നതെന്ന് ഞാൻ കണ്ടു. എന്ന് പറഞ്ഞാൽ നിനക്ക് നാട്ടിൽ പോകാനുള്ള സമയമായി, പൊക്കോ. കണ്ടോ, കഷ്ടങ്ങൾ സഹിക്കാൻ കർത്താവ് കൃപ തരും, പോക്കുവഴി തരും. എന്തിനു വേണ്ടി? ആ കാലയളവിൽ അകത്തൊരു പണി ദൈവം ചെയ്യും. ഇത് സാധാരണ ഇവിടെ ചെയ്യുന്നത് സ്വന്തം വീട്ടിൽ വെച്ചല്ല ചെയ്യുന്നത്. മിക്കവാറും ശുശ്രൂഷകരെയൊക്കെ വീട്ടിൽ നിന്ന് അകറ്റി ഒരു സ്ഥലത്ത് വെച്ച് ചെയ്യും. എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്ന്, അവന് തിരിച്ചു പോകാനൊരു എളുപ്പമല്ലാത്ത സാഹചര്യം. 2, ഒരു പ്രവാസിയായി കഴിയുന്നിടത്ത് കുറച്ചുകൂടി ഒരു ദൈവഭയം വരും. 3, അവിടെ നിൽക്കുമ്പോൾ അപ്പനോടും അമ്മയോടും സഹോദരങ്ങളോടൊക്കെ കൂടുതലൊരു സ്നേഹം വരും. ജോസഫ് പരീക്ഷിക്കപ്പെട്ടു, പക്ഷെ അവൻ പാപത്തിൻ്റെ വഴിക്ക് പോയില്ല. എന്തുകൊണ്ട് പോയില്ല? അവൻ്റെ മനസ്സ് മുഴുവൻ അപ്പനായിരുന്നു. അപ്പൻ്റെ സ്നേഹമായിരുന്നു, അവൻ്റെ നാടായിരുന്നു. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ട് എനിക്ക് പോകണം, അതിന് എന്നെ സഹായിക്കാൻ ദൈവത്തിന് കഴിയൂ. ഞാനൊരു പരദേശിയാണ്, ഈ ദേശത്ത് എനിക്ക് തെറ്റ് പറ്റരുത് എന്നൊരു ചിന്ത, ഒരു ഉറപ്പ് അവൻ്റെ ഹൃദയത്തിൽ വന്നു. അതുകൊണ്ട് അവൻ ജയിച്ചു. അതവനും അവൻ്റെ കുടുംബത്തിനും ദേശത്തിനും ഭൂമിക്ക് മുഴുവൻ അനുഗ്രഹമായി. ഇനി മോഹത്തെ തടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? മോഹത്തെ തടുക്കാൻ ശീലിച്ചാൽ, ജയിച്ചാൽ അത് വിജയത്തിലേക്കുള്ള വഴിയാണ്. മോഹം വരുന്നത് കണ്ണിലൂടെ, കാഴ്ചയിലൂടെ, കേൾവിയിലൂടെ, ചിന്തയിലൂടെ, ഇന്ദ്രിയങ്ങളിലൂടെ. അതുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി വെച്ച് ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈതൊട്ടതും ആയ ജീവന്റെ വചനം, ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഒരു സാധാരണ മനുഷ്യന് മോഹത്തിലേക്ക് പോകാനുള്ള വഴികളാണ്. ആ വഴി എന്തിനേക്ക് മാറ്റി? ജീവന്റെ വചനത്തെ കേൾക്കാൻ, കാണാൻ, നോക്കാൻ, തൊടാൻ. അപ്പൊ യേശു കർത്താവ് വചനത്തിലുള്ള ജീവൻ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, അവൻ തന്നെയാണ് മോഹത്തെ ജയിക്കാനുള്ള മാർഗം. ഇനി പ്രായോഗിക ജീവിതത്തിലേക്ക് വരാം. മോഹത്തിൽപ്പെട്ടു, പാപം ചെയ്തു, പാപം വളർന്നു, മരണം വ്യാപരിച്ചു. അവനെയാണ് നമ്മൾ പിന്മാറ്റക്കാരൻ എന്ന് വിളിക്കുന്നത്. അവനിനി ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ഉണ്ട്, ധാരാളമായുണ്ട്. ആർക്ക് രക്ഷിക്കാൻ കഴിയും? അവൻ പ്രാർത്ഥിക്കില്ല, അവന് വചനം കേൾക്കാൻ താല്പര്യമില്ല, പ്രാർത്ഥനയ്ക്കും വരികയില്ല. പക്ഷെ സഭയ്ക്ക് അവനെ രക്ഷിക്കാൻ കഴിയും. പ്രാർത്ഥനക്കാരനെ രക്ഷിക്കാൻ കഴിയും. പ്രാർത്ഥിക്കുന്ന ഒരപ്പച്ചനോ അമ്മച്ചിക്കോ അവനെ രക്ഷിക്കാൻ കഴിയും. അങ്ങനെ രക്ഷിക്കുന്നവരെ കുറിച്ച് യാക്കോബിന്റെ ലേഖനം അവസാനത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുത്തൻ തിരിച്ചു വരികയും ചെയ്താൽ, കണ്ടോ, ഒരുത്തന് സത്യം വിട്ട് തെറ്റിപ്പോയാൽ അവനെ വേറൊരുത്തന് തിരിച്ചു വരുത്താൻ കഴിയും. അങ്ങനെ തിരിച്ചു വരുത്തിയാൽ ഈ തിരിച്ചു വരുത്തുന്നവന്റെ പ്രാർത്ഥന കൊണ്ട് തിരിച്ചു വരുത്തപ്പെട്ടവനെ
മരണത്തിൽ നിന്നും അവൻ്റെ പാപങ്ങളുടെ ബഹുത്വത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയും എന്ന് അറിഞ്ഞിരിക്കണം. എന്തിനാ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ അതൊരു യേശുവിൻ്റെ സ്വഭാവമാണ്. ഭൂമിയിൽ മനുഷ്യപുത്രന് പാപങ്ങളെ മോചിക്കാൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. 4 പേർ കൂടി ഒരു തളർവാദ രോഗിയെ കൊണ്ടുവന്നാണ് യേശു ഇത് പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് നടന്നു, കിടക്കയെടുത്ത് നടന്നു. എല്ലാവരും ഭയപ്പെട്ടു. മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി ആ ദൈവം ഇന്നുണ്ട്. മനുഷ്യർക്ക് അധികാരം തന്നിട്ടുണ്ട്. വിശ്വാസിക്ക്, ദൈവഭക്തന് ഈ ഒരു അധികാരമുണ്ട്. കണ്ടോ, അത്ര അത്ഭുതകരമായൊരു കാര്യം. നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ തിരിച്ചു വരുത്താം. അവരെ കൽപ്പിച്ചല്ല പ്രാർത്ഥിക്കുന്നത്, അവരറിയുന്ന പോലുമില്ല. പക്ഷെ അറിയേണ്ടവൻ അറിയും. അതുപോലെ അവൻ പ്രതിഫലം തരും. അതിനേക്കാൾ വലിയ പ്രതിഫലം എന്താണ്? ഇനി പരീക്ഷ ജയിക്കുന്നവനോ? പരീക്ഷ ജയിക്കുന്നവനൊരു പ്രതിഫലമുണ്ട്. പരീക്ഷ ജയിക്കുന്നവന് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം കൊടുക്കും. ഇപ്പോൾ പരീക്ഷ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജോലി സ്ഥലത്ത് കഷ്ടപ്പാടാണെങ്കിലും ദൈവത്തെ ഓർത്തങ്ങ് നിൽക്കുകയാണ്. കുടുംബജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞ കാരണം ഒളിച്ചോടാതെ നിൽക്കുന്നവനെ, നേരിടുന്നവന്, അവനെ കർത്താവ് ആ സാഹചര്യത്തിൽ ബലപ്പെടുത്തും. എങ്ങനെ? കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും നൽകുന്നു എന്നറിഞ്ഞ് ഇവന് പ്രത്യാശ കൊടുക്കുന്ന ധാരാളമായി. അവൻ അത്ഭുതകരമായൊരു വിശ്വാസത്തിലേക്ക് വരും, സ്നേഹത്തിലേക്ക് വരും. പ്രധാന കാര്യം, ഇവൻ കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങും. നമ്മൾ വിചാരിക്കുന്നത് എന്താ? കർത്താവ് എല്ലാം വാരിക്കൊരു തരുമ്പോൾ നമ്മൾ അവനെ സ്നേഹിക്കുന്നു. അത് നമ്മുടെ വെറും ചിന്തയാണ്. നമ്മുടെ അകത്തെ മനുഷ്യൻ അവൻ കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങും. കാരണം ദൈവം ആരാണെന്ന് അറിയുമ്പോൾ അങ്ങ് സ്നേഹിക്കും. വലിയൊരു ബന്ധത്തിലേക്ക് വരും. ജീവകിരീടം എന്ന് പറഞ്ഞാൽ ദൈവജീവൻ നിന്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും നീ അനുഭവിക്കാൻ തുടങ്ങുമെന്ന്. മരണം മാറുമെന്ന്, ചിന്തകളിലെ മരണം മാറുമെന്ന്, ശരീരത്തിലെ മരണം മാറുമെന്ന്, ദൈവജീവന്റെ അനുഭവം നിനക്കുണ്ടാകുന്നു. ഹല്ലേലൂയ. ഇനി ഒരുത്തനെ വേറൊരുത്തൻ കൊണ്ടുവരുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഇനി പാപത്തിൽ പോയൊരു പിന്മാറ്റക്കാരന് അവൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഉത്തമഗീതത്തിൽ പറയുന്നു, നിന്റെ ചങ്ങാതിമാരുടെ കൂടാരങ്ങൾക്കരികെ ഞാൻ മുഖം മൂടിയവളെ പോലെ ഇരിക്കേണ്ടി വന്നത് എന്ത്? കണ്ടോ, ശുശ്രൂഷ പ്രാപിക്കേണ്ടവരാണ്, ശുശ്രൂഷ ചെയ്യേണ്ടവരാണ്. പക്ഷെ ഇപ്പൊ ചങ്ങാതിമാരൊക്കെ ശുശ്രൂഷ ചെയ്യുന്നു, മുഖം മൂടിയവളെ പോലെ ഇരിക്കുന്നു. എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ല. 1-ാം അധ്യായത്തിലാണ്. അവിടെ പറയുന്നു, എൻ്റെ പ്രിയനെ, നീ നിന്റെ ആടുകളെ മേയ്ക്കുന്നത് എവിടെയാണ്? അവയെ ഉച്ചയ്ക്ക് കിടത്തുന്നത് എവിടെയാണ്? സ്ത്രീകളിൽ അതിസുന്ദരിയെ നീ അറിയുന്നില്ലെങ്കിൽ ആടുകളുടെ കാൽച്ചുവട് പിന്തുടർന്ന് ചെന്ന് ഇടയന്മാരുടെ കൂടാരങ്ങളുടെ അരികെ പാർക്കുക. അപ്പോൾ പിന്മാറ്റത്തിലേക്ക് പോയി അകത്തൊരു തീ കത്തുന്നുണ്ട്. അത് അവനും ദൈവത്തിനും അറിയാം. വേറെ ഒന്നും ചെയ്യാനില്ല. പക്ഷെ ഇത് ചെയ്യാം. തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയാൻ തക്കവണ്ണം ദൈവം അനീതിയുള്ളവനല്ല. എങ്ങനെ? വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും ദൈവത്തിൻ്റെ നാമത്തോട് സ്നേഹം കാണിക്കാനൊരവസരമുണ്ട്. അങ്ങനെ ചെയ്താൽ അത് മടങ്ങി വരവിനൊരു പാത തെളിയും, ഒരു ഹൈവേ തെളിയും. കാരണം ദൈവം അനീതിയുള്ളവനല്ല. നാം അവിശ്വസ്തരായി തീർന്നാലും അവന് തൻ്റെ സ്വഭാവം ത്യജിക്കുക സാധ്യമല്ല. അവൻ വിശ്വസ്തൻ. ഉത്തമഗീത അവസാന അധ്യായത്തിൽ വരുമ്പോൾ, എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം എൻ്റെ കയ്യിലിരിക്കുന്നു. ശലോമോനേ, നിനക്ക്1000, ഫലം കാക്കുന്നവർക്ക് 200 ഇരിക്കട്ടെ. പാട്ടുപാടാൻ ദൈവം നിന്നെ വീണ്ടും കൂട്ടിക്കൊണ്ടുവരുത്തും. സഭായോഗത്തിലേക്ക് അവൻ നിന്നെ വീണ്ടും കൂട്ടിക്കൊണ്ടുവരുത്തും. വീഞ്ഞു വീട്ടിലേക്ക് അവൻ നിന്നെ വീണ്ടും കൂട്ടിക്കൊണ്ടുവരുത്തും. നിന്റെ മീതെ അവൻ പിടിക്കുന്ന കൊടി സ്നേഹം, സകല ലംഘനങ്ങളെയും മറയ്ക്കുന്ന ദൈവസ്നേഹം, സകല പാപങ്ങളുടെ ബഹുത്വത്തെയും മോചിക്കുന്ന കരുണ നിന്നെ കരുണയുള്ളവനാക്കി മാറ്റും, സ്നേഹമുള്ളവനാക്കി മാറ്റും. എല്ലാവരെയും സ്നേഹിക്കുന്നവനായിട്ട് ദൈവം നിന്നെ മാറ്റും. അതുകൊണ്ട് പരീക്ഷകളിൽ, തോൽവികളിൽ, ബുദ്ധിമുട്ടുകളിൽ, അപമാനങ്ങളിൽ, തകർച്ചകളിൽ വിഷമിക്കരുത്. അനുതപിക്കാൻ അവൻ മനുഷ്യനല്ല, അവൻ ദൈവമാണ്.
നമ്മൾ എന്താണെന്ന് അവൻ അറിയാം, നമ്മുടെ പ്രകൃതി അവൻ അറിയാം. അതുകൊണ്ട് ധൈര്യപ്പെടുക, മടങ്ങി വരിക. കർത്താവ് സ്നേഹിക്കുന്നു, അവൻ നിങ്ങളെ കൈവിടുകയില്ല. നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ എത്രയായിരുന്നാലും ക്രിസ്തുയേശുവിൽ അതെല്ലാം ഉവ്വ് ഉവ്വ് എന്നത്രേ. ഒന്നും നഷ്ടമാകാതെ ദൈവം എല്ലാം തിരിച്ചു തരും. പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ആമേൻ.